ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് ഹീറോ മമ്മി ഡാഡിക്കുള്ള ഷോക്കായിരുന്നു. എന്താ നീ നീ അർജുനാണോ എന്ന് ചോദിച്ചായിരുന്നു. അതെ, അർജുനാണ്. അർജുൻ അർജുൻ നീ അർജുൻ കെട്ടിപ്പിടിച്ച് അമ്മ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയായിരുന്നു. അർജുൻ ഹീറോയിൻ്റെ മമ്മിക്ക് ചേച്ചിമാർക്ക് രണ്ടുപേർ ഷോക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേട്ടനാണോ ഇത് എന്ന് ഷോക്കായിരുന്നു. അങ്ങനെ ഹാക്ചർ കരയാൻ തുടങ്ങിയായിരുന്നു. അത് അതെ അതെ ഒരിക്കലും സംസാരിച്ച് വരായിരുന്നു. ഇവർ കാണാതായിരുന്നു. നടന്ന കാര്യം അർജുൻ പറയുന്നു. നിങ്ങളെല്ലാം തേടി അമ്മ ഒരു ആൻറ്റി അങ്കിൾ ഇത് വന്നായിരുന്നു. അതുമാത്രമല്ല ഒരു ആൻറ്റി ഞങ്ങൾ കാണാതായി. അതുമാത്രമല്ല ആൻറ്റി ഞങ്ങൾ വിളിച്ചിട്ട് പോയായിരുന്നു. ആൻറ്റി അവർ പറഞ്ഞ ഈ നാട്ടിലില്ല, അവർ ഇവിടുന്നാണ്. അത് അവർക്ക് കുട്ടികളല്ലായിരുന്നു, അതുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതായിരുന്നു. ഞാനായിട്ട് കയറിയാൻ പറഞ്ഞായിരുന്നു. കയറിയിട്ട് അത് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു കുട്ടി ആക്സിഡൻ്റായി. പിന്നെ എനിക്ക് അത് മറന്നു പോയിരുന്നു. പിന്നെ ആൻറ്റി നോക്കിയായിരുന്നു. പിന്നെ അവർ കൊണ്ടുപോയിരുന്നു. പിന്നെ എനിക്കത് ശരിയായിരുന്നു. അങ്ങനെയായിട്ട് അർജുന് കരഞ്ഞിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അർജുനക്ക് നേരായ പിന്നെ എല്ലാം ഓർമ്മ വന്നായിരുന്നു. അർജുനക്ക് മറന്നായിരുന്നു മോം, അത് എനിക്ക് മറന്നു. പിന്നെ എനിക്ക് ശരിയായിരുന്നു പറഞ്ഞു അർജുൻ. അമ്മ ഞാൻ അത്ര മിസ് ചെയ്ത് അറിയുമെന്ന് അർജുൻ കരയായിരുന്നു. അർജുൻ കരഞ്ഞിട്ട് സമാധാനമാക്കുമായിരുന്നു. അതുകൊണ്ട് നടന്ന കാര്യം അർജുൻ പറയുന്നു. അതൊരു ആൻറ്റിയാണ്, അവർ പറഞ്ഞതാണ്, ഞാൻ ആരുമില്ലാതെ പറഞ്ഞായിരുന്നു. എനിക്ക് മറന്നു പോയി അമ്മാച്ച, മറന്നു മതി ആഡ് ചെയ്തത് മാത്രമേ നടന്ന കാര്യം കരഞ്ഞിട്ട് പറയുന്നു. അതുമാത്രമല്ല അവർക്കറിയില്ല. പിന്നെ അവർ ആക്സിഡൻറ്റിൽ അവർ പോയിരുന്നു. പിന്നെ അവർക്ക് കുട്ടികളെ ആക്സിഡൻ്റ് അവർ പോയിരുന്നു. അവർക്ക് ഹരീസ് പറഞ്ഞ ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തം കമ്പനി ഇതാക്കിയായിരുന്നു. പിന്നെ അവർ കുട്ടികളുണ്ട്. പിന്നെ അവർ പോയിരുന്നു. അവരുടെ അടുത്ത് പോയ ആൻറ്റി പോയിരുന്നു. പിന്നെ അവർ അങ്കിൾ എന്നെ വിട്ടതായിരുന്നു. ഞാൻ സ്വന്തം ബിസിനസ് ചെയ്ത് എത്ര നല്ലത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എത്ര നല്ലത് എത്തിയത് എന്നെ അർജുന് കഴിഞ്ഞിട്ട് പറയായിരുന്നു. അമ്മയൊക്കെ അച്ഛനക്ക് സൈഡായിരുന്നു. അപ്പോൾ അർജുൻ ശരി ഓക്കെടാ എന്നിട്ട് പറയായിരുന്നു. അച്ഛ അമ്മ സാരല്ലടാ എന്ന് അവർ സമാധാനമാക്കിയായിരുന്നു. അങ്ങനെ അർജുൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഫാമിലി ഉണ്ടെന്ന് അർജുൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അർജുൻ റൂം പറഞ്ഞ എല്ലാ ഫ്ലാഷ് ബാക്കും ആയിരുന്നു. ഫങ്ഷനായിരുന്നു. അർജുൻ രണ്ടുപേരും എല്ലാവരും ഷോപ്പിങ്ങുമായിരുന്നു. അർജുനും വന്നിരുന്നു. ഹീറോയിൻ ഷോപ്പിംഗ് ചെയ്യാൻ ഹീറോയിൻ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു. ഹീറോയിൻ വന്നായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഹീറോയിൻ ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ വീട്ടിലേക്ക് വന്നായിരുന്നു. സ്കൂളാക്കിയിട്ട് ധാരാ കേട്ടായിരുന്നു. അമ്മയച്ഛൻ പറയാൻ തുടങ്ങി ഇതിൻ്റെ ചേട്ടനാണ് എന്ന് പറയുന്നത്. ഭയങ്കര ഹാപ്പി ആയി. ആ ചേട്ടനാണോ? അതെ ഹച്ചത് ചേട്ടാ ഇത് അവർ നല്ല പറഞ്ഞ ഹീറോയിൻ ആവശ്യമൊക്കെ ഇതിൻ്റെ ചേട്ടനാണ് തേടി വന്നത് ഇന്ത്യക്ക്. അങ്ങനെയായിട്ട് ഇന്ത്യയിലാണ് കുറച്ച് പ്ലേസ് അറിയായിരുന്നു. അതെവിടെയാണ് ഒരു ബുക്കിലെല്ലാം എഴുതി വെച്ചായിരുന്നു. അതുകൊണ്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് വന്നതാണ്. ഒക്കെ തേടി കണ്ടുപിടിച്ചിട്ട് അതിനായിട്ട് ചേട്ടനായിരുന്നു. ശരി ഓക്കെ എല്ലാവരും ഷോപ്പിംഗ് പോവാം. അങ്ങനെ ഷോപ്പിംഗ് വന്നായിരുന്നു. ഷോപ്പിംഗ് വന്ന് കുറച്ച് ബോയ്സ് എല്ലാം ഹീറോയിൻ ചേച്ചിയിലെല്ലാം കാണുമ്പോൾ ഭംഗിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ ചേട്ടൻ മറിച്ച് അങ്ങനെ അവർക്ക് പേടിയായി. ഇവൻ്റെ അച്ഛൻ അമ്മ ചട്നിയോ അങ്ങനെ പേടിച്ചിട്ട് പോയി. ജിമ്മിൽ പോയിട്ട് വർക്ക് ചെയ്ത് നല്ല മസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടന്മാർ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഇങ്ങനെ ഓണം ഓണത്തപ്പോൾ എല്ലാ ഡ്രസ്സിട്ട് സന്ധ്യ ഫുഡെല്ലാം ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടനിക്കും ലാംഗ്വേജ് നന്നായിട്ട് എല്ലാ ലാംഗ്വേജ് അറിയും ഓൾറെഡി മലയാളം ലാംഗ്വേജ്. ഇങ്ങനെ ഹീറോയിന് വീട്ടിലെല്ലാവരും വരുന്നു. അതിനെ കണ്ടുപിടിച്ച് മോൻ വന്നു. അങ്ങനെ എല്ലാവർക്കും അറിഞ്ഞായിരുന്നു. എല്ലാവരും വന്നായിരുന്നു. കാണാൻ ചെക്ക നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അതെ, അപ്പുറത്തെ വീട്ടിൽ ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റിക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആൺകുട്ടി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഹീറോയിന് ചേട്ടന് കാണാൻ നല്ല സുന്ദരനാണ്. അതുമാത്രമല്ല മൂന്ന് ഗേൾസാണ്. അതേ 3 ഗേൾസ് പറഞ്ഞാൽ 4 ഗേൾസ് ഒരു ബോയ് ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് ഒരു ആൻറ്റിക്ക് ഏടായ തുടങ്ങി. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ മോന് എല്ലാവരും പറയായിരുന്നു. ഹീറോയിൻ്റെ അമ്മ പറയാൻ തുടങ്ങി ഇതെൻ്റെ മോനാണ് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അവൻ ആൻറ്റിക്ക് കുറച്ച് കേടാൻ തുടങ്ങി. 3 പെണ്ണെന്ന് വെച്ച് സമാധാനമായിട്ട് ഒരാണ് വന്നു എന്നെ പറയുമായിരുന്നു ഇതെൻ്റെ മോനാണ്. ഞാനായിട്ട് പറഞ്ഞു ആൻറ്റി സമ്മതിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മി പറയുന്നത് എൻ്റെ മോനെ എനിക്കറിയൂ എന്ന് പറഞ്ഞൊരു മുറയ്ക്കായിരുന്നു. കാണാതായിട്ടുണ്ടായിരുന്നു. കാണാതായിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ആൻറ്റി പറയുന്നു. അതുകൊണ്ട് നേരിട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോ അത് മാത്രമല്ല എന്നെ പഠിക്കാം പിന്നെ അതെ ഹീറോയിൻ്റെ ഗ്രാൻഡ് പാ പറഞ്ഞു ഇവനെ പഠിക്കാനേ വലിയ നാട്ടിലേക്ക് അയച്ചതാണ് എന്ന് ഗ്രാൻഡ് പാ ചൊടിയിൽ പറഞ്ഞായിരുന്നു. ഇവനെ കാണാതായിട്ടുണ്ടെന്നേ
ഞാൻ കോൾ ചെയ്ത് സംസാരിക്കുന്നു, ഇത് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് പഠിക്കായിട്ട് അയച്ചതാണ് എന്ന് പറഞ്ഞ് ഗ്രാൻഡ് മുത്തശ്ശൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഷോക്കായിരുന്നു. പഠിക്കാൻ അയച്ചതായിരുന്നു. അതെ, അമ്മ മോനോട് ഇടുന്ന പഠിക്കാൻ പറ്റില്ല അവനക്ക്, ഭയങ്കര കുറുമ്പ്, അതുകൊണ്ട് പിന്നെ നാട്ടിൽ അയച്ചതാണ്. അത് മാത്രമല്ല നന്നായിട്ട് പറയുന്നു. അവിടുത്തെ ആൻറ്റി നോക്കി മുറയ്ക്കായിരുന്നു. നീ എന്തായാലും ദില്ല പെണ്ണല്ലേ ചെയ്യുന്നതല്ലേ എനിക്കറിയാം. ആൻറ്റി എന്തായാലും ഹീറോയിൻ്റെ ചേട്ടനെല്ലാം ചെറിയ പ്രായത്തിൽ നല്ല ബുള്ളിങ് അതെല്ലാം ചെയ്തായിരുന്നു. അതുകൊണ്ട് ഈ ടോർച്ച് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ടൂർ അയച്ചത് എന്ന് പറഞ്ഞായിരുന്നു. അത് ആൻറ്റി മിണ്ടാതിരുന്നു. അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ ചേട്ടനെ പറഞ്ഞു ഇങ്ങനെ ഫെസ്റ്റൂൾ അതെല്ലാം കൊടുത്തായിരുന്നു. അങ്ങനെ പീറ്റേഴ്സ് മുമ്പ് എന്താ സിയു സാറാണോ അങ്ങനെ സിയോ ഒരു വീഡിയോ കൊടുത്തായിരുന്നു കൊറിയയിൽ. ഈസ് മൈ ഫാമിലി, ഇത് എൻ്റെ ഫാമിലിയാണ്. അത് മാത്രമല്ല ഞാൻ സോറി ഫ്രണ്ട്സ്, അത് മാത്രമല്ല എൻ്റെ ഫാമിലി ഞാൻ റിവീൽ ചെയ്തില്ല, ഇപ്പോൾ ഞാൻ ഫാമിലി റിവീൽ ചെയ്യാൻ പോവാണ്. ഈസ് മൈ ഫാമിലീസ്, ഇത് എൻ്റെ അനിയത്തിമാർ. എന്നിട്ട് സിയോ റിലീസ് ചെയ്തായിരുന്നു. ഇത് BTS നമുക്ക് ഷോക്കായിരുന്നു. എന്താ അനിയത്തിയാ? അതെ, എൻ്റെ ഫാമിലി ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അർജുൻ പറയുന്നത് അമ്മ എന്താ അർജുൻ എനിക്ക് പോകാനുണ്ട് അമ്മ, ഇപ്പോൾ കുറച്ച് നാൾ ലീവ് എടുത്തതാണ്, അതുകൊണ്ട് ശരി അർജുൻ നീ പോയിട്ട് വാടാ എന്ന് പറഞ്ഞു. അമ്മ എന്ത് പ്രശ്നമുണ്ട് നീ കോൾ ചെയ്ത് പറയണം എന്ന് പറഞ്ഞായിരുന്നു. അതിന് മുമ്പുണ്ട് ഒരു ആൻറ്റി, അതെ അപ്പുറത്തെ വീട്ടിൽ, ഇപ്പോൾ അവർ വേറെ പ്ലേസിലാണുള്ളത്. അങ്ങനെ അർജുൻ കോൾ ചെയ്ത് അമ്മ ഞാൻ പോകാൻ പറഞ്ഞു. ശരിടാ അമ്മ അങ്ങനെ പറഞ്ഞ് ഹാക്ക് ചെയ്ത് അവിടെ നിന്ന് അവർ പോയി അനിയത്തി വിളിച്ചോണ്ട്. അങ്ങനെ കുറേയൊക്കെ വന്നെത്തി. അങ്ങനെ അവർ വീട് പറഞ്ഞ് അനിയത്തീനെ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്, അവിടെ ഒന്ന് താമസിക്കാണ്ട് പറഞ്ഞായിരുന്നു. പിന്നെ അനിയത്തിമാരെല്ലാം ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ചേട്ടാ